ഹലോ എവരിവൺ. HST കൊമേഴ്സ് ആസ്പിരൻസിന് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ഡെറിവേറ്റീവ്സിന്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ അനാലിസിസിനാണ്. അതായത് പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ എന്താണ് സെക്യൂരിറ്റി അനാലിസിസിന്റെ ബേസിക് കൺസെപ്റ്റ്, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്നും പറഞ്ഞിരുന്നു. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ടെക്നിക്കൽ അനാലിസിസ് എന്താണ്? So it is a method of evaluating securities by analyzing statistical trends in price and volume patterns. അതായത് ഫണ്ടമെന്റൽ അനാലിസിസിൽ കമ്പനിയുടെ ഇൻട്രൻസിക് വാല്യൂ, കമ്പനിയുടെ ഷെയറിന്റെ ഇൻട്രൻസിക് വാല്യൂ, ഇക്കോണമിക് അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ് ആൻഡ് കമ്പനി അനാലിസിസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ചെയ്യുന്നത്. ഇത് ഓവറോൾ പ്രൈസ് വാല്യൂ എത്രയെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. അതേസമയം ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ അത്തരത്തിലൊരു ഡീറ്റെയിൽ സ്റ്റഡിക്ക് പകരം ട്രെൻഡുകൾ നോക്കുന്നു, ചാർട്ട് പാറ്റേൺസ് നോക്കുന്നു. എങ്ങനെയാണ് പ്രൈസ് മൂവ്മെന്റ് പ്രീവിയസ് റെക്കോർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയായിരുന്നു ഫ്ലക്ച്വേഷൻസ് എന്ന് നോക്കുന്നു. ആ ചാർട്ടിലുള്ള മൂവ്മെന്റും വോളിയത്തിലുള്ള ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇതും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സെക്യൂരിറ്റിയെ ഇവാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ അതാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ടെക്നിക്കൽ അനാലിസിസ് എ മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് സെക്യൂരിറ്റീസ് ബൈ അനലൈസിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രെൻഡ്സ് ഇൻ പ്രൈസ് ആൻഡ് വോളിയം പാറ്റേൺസ്. പ്രൈസിലുള്ള മൂവ്മെന്റ്സും വോളിയത്തിലുള്ള ചേഞ്ചസും ഇത് വെച്ചുകൊണ്ട് നമ്മൾ സെക്യൂരിറ്റീസിന്റെ വാല്യൂ എത്രയാണ്, എന്താണ്, വെദർ ടു ബൈ, വെദർ ടു സെൽ ഓർ വെദർ ടു ഹോൾഡ് ഇന്ന് ഡിസിഷൻ എടുക്കുന്ന ആ ഒരു പ്രോസസ് ആണ് ടെക്നിക്കൽ അനാലിസിസ്. അൺലൈക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് വിച്ച് ഫോക്കസ് ഓൺ കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത്, ടെക്നിക്കൽ അനാലിസിസ് അസ്യൂംസ് ദാറ്റ് മാർക്കറ്റ് പ്രൈസസ് റിഫ്ലക്ട് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ. അതായത് ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ എൻറ്റയർ ഫിനാൻഷ്യൽ ഹെൽത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്, ഇവിടെ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് വിശ്വസിക്കുന്നു. മാർക്കറ്റ് എഫിഷ്യൻസി ഉണ്ട്, അതായത് നോൺ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും മാർക്കറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന ഒരു കൺസെപ്റ്റ് വച്ചുകൊണ്ട് മാർക്കറ്റിലെ പ്രീവിയസ് സിറ്റുവേഷൻസ് വെച്ചുകൊണ്ട് ട്രെൻഡ് എങ്ങനെയാണ്, ചാർട്ടിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, ഷെയർ പ്രൈസിന്റെ പാറ്റേൺസ് എങ്ങനെയാണ്, അതേപോലെ വോളിയം ലെവലിലുള്ള വേരിയേഷൻസ് ടൈം ഫ്രെയിം വെച്ച് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്ത് ഫ്യൂച്ചർ ട്രെൻഡ്സ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അതാണ് ടെക്നിക്കൽ അനാലിസിസിൽ വരുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. ഫസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾ ഈസ് മാർക്കറ്റ് എഫിഷ്യൻസി. അതായത് നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൈസ് റിഫ്ലക്ട്സ് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ. ഇവിടെ നമുക്ക് പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കാനില്ല. ബിക്കോസ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ, ഇക്കോണമിയുമായി ബന്ധപ്പെട്ട നോളജ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അവൈലബിൾ ഇൻഫർമേഷൻ എല്ലാം ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ മാർക്കറ്റ് പ്രൈസ് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ഇക്കണോമിക് കണ്ടീഷന് കാരണമാണ്, നിലവിലുള്ള ഇൻഡസ്ട്രിയിലെ സിറ്റുവേഷൻ അതിന് കാരണമാണ്, അതേപോലെ തന്നെ കമ്പനിയുടെ സിറ്റുവേഷനും അതിന് കാരണമാണ്. ഈ പറയുന്ന ഓരോ വേരിയബിളും ക്രോസ് ചെക്ക് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കിട്ടാൻ പോകുന്നത് എന്നതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. അതായത് ഇറ്റ് അസ്യൂംസ് മാർക്കറ്റ് എഫിഷ്യൻസി. സോ ഫണ്ടമെന്റൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് കൊണ്ട് നമുക്ക് വേണ്ട റിസൾട്ടുകൾ കിട്ടില്ല. ദർ വോണ്ട് ബി എനി അണ്ടർ വാല്യൂഡ് ഓർ ഓവർ വാല്യൂഡ് ഷെയർ എന്നുള്ളതാണ് ഫണ്ടമെന്റൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുമ്പോൾ എഫിഷ്യന്റ് മാർക്കറ്റിലുള്ള ഒരു ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞത്. ആ ഒരു കൺസെപ്റ്റ് ഇവിടെ വരുമ്പോൾ മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നിലനിൽക്കുന്നു എന്ന് ടെക്നിക്കൽ അനാലിസിസ് വ്യൂ ചെയ്യുന്നു. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പ്രൈസ് ട്രെൻഡ്സ് ആണ്. പ്രൈസ് ടെൻഡ് ടു മൂവ് ഇൻ ട്രെൻഡ്സ്. അതായത് പ്രൈസ് മൂവ്മെന്റ്സിൽ നമുക്ക് ട്രെൻഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ദർ വിൽ ബി ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാം, ഡിക്രീസിങ് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാം, വീണ്ടും തിരിച്ച് കയറി വരുന്ന ഒരു ട്രെൻഡ്. അങ്ങനെ ആ ഒരു പ്രൈസ് പാറ്റേൺസ് വെച്ചുകൊണ്ട് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഹിസ്റ്ററി റിപ്പീറ്റ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രൈസ് പാറ്റേൺസ് ടെൻഡ് ടു റിപ്പീറ്റ് ദംസെൽഫ്. മുമ്പുണ്ടായിരുന്ന പ്രൈസ് പാറ്റേൺ എങ്ങനെയാണോ ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ചാർട്ട് ഇനി ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ടെൻഡൻസി മാർക്കറ്റിനുണ്ട്. ഈ മൂന്ന് പ്രിൻസിപ്പിൾസ് ആണ് ടെക്നിക്കൽ അനാലിസിസിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് വയ്ക്കുന്നത്. ഒന്ന് മാർക്കറ്റ് എഫിഷ്യൻസി അസ്യൂം ചെയ്യുന്നുണ്ട്, രണ്ടാമതായി പ്രൈസ് ട്രെൻഡ്സ് ആർ ദെയർ ആൻഡ് ദിസ് ട്രെൻഡ് ടെൻഡ് ടു റിപ്പീറ്റ്. ഈ മൂന്ന് കൺസെപ്റ്റ് വെച്ചിട്ടാണ് ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ പറയുന്നത്. ദെൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ്. പ്രധാനമായിട്ടും ചാർട്ട് പാറ്റേൺസ് ആണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദീസ് ആർ റെക്കഗ്നൈസബിൾ ഷേപ്സ് ഓൺ ചാർട്ട് പ്രൈസ് ചാർട്ട്സ് സച്ച് ആസ് ഹെഡ് ആൻഡ് ഷോൾഡർ, ഡബിൾ ടോപ്സ് ഓർ ട്രയാങ്കിൾ പാറ്റേൺസ്. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട് പാറ്റേൺസ് ഉണ്ട്. ആ ചാർട്ട് പാറ്റേൺസ് എല്ലാം നമുക്ക് ഓരോ ഇൻഡിക്കേഷൻസ് ആണ്. ഇപ്പോൾ ട്രയാങ്കിൾ പാറ്റേൺ വരുവാണെങ്കിൽ ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഉണ്ട്, പ്രൈസിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേണും അതേപോലെ തന്നെ ഡബിൾ ടോപ്സും ഒക്കെ ഓരോ ടൈപ്പ് ഓഫ് ചാർട്ട്സ് ആണ്, ഓരോ രീതിയിലിരിക്കുന്ന പ്രൈസ് ചാർട്ട്സ് ആണ്.
ആ ചാർട്ട് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ ആണ് എങ്ങനെയായിരിക്കും പ്രൈസ് മൂവ്മെന്റ്സ് ഇനി നടക്കാൻ പോകുന്നതെന്നുള്ള ഒരു ബേസിക് അവയർനെസ് നമുക്ക് ഈ ചാർട്ട് തരുന്നുണ്ട്. ദെൻ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. These are mathematical calculation based on price and volume data, including moving averages, relative strength index, and moving average convergence and divergence. ഇങ്ങനെയുള്ള ടൂൾസ് അതെ ഇത് നമുക്ക് ആ ഒരു ഷെയർ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ വോളിയം എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ളതിന് ഒരു അവയർനെസ് തരും. അത്തരം മാത്തമാറ്റിക്കൽ ടൂൾസിന് എക്സാമ്പിൾ ആണ് മൂവിങ് ആവറേജസ്, ദെൻ RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയും, അതേപോലെ MACD ദാറ്റ് ഇസ് മൂവിങ് ആവറേജ് കൺവേർജൻസ് ഡൈവർജൻസ്. ഈ ടെക്നിക്സ് ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൈസിന്റെയും അതേപോലെ വോളിയത്തിന്റെയും സിറ്റുവേഷൻ എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ മറ്റ് ടൂളുകളിലേക്ക് വന്നാൽ വോളിയം അനാലിസിസ് ആണ്. എക്സാമിനിങ് ട്രേഡിംഗ് വോളിയം ടു കൺഫേം പ്രൈസ് ട്രെൻഡ്സ്. ഇപ്പോൾ പ്രൈസിന്റെ ട്രെൻഡ് അതേ രീതിയിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ പോകും എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത് വോളിയമാണ്. എത്രമാത്രം വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഷെയർസ് നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഷെയർ ഹോൾഡിങ്ങിനകത്ത് എത്രമാത്രം വോളിയം കൂടുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഷെയറിന്റെ നമ്പർ കൂടുന്നുണ്ടെന്നാണ്. അപ്പൊ അത് ആക്ച്വലി ഇറ്റ്സ് ആൻ ഇൻഡിക്കേറ്റർ. വോളിയം ഒരുപാട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് പ്രൈസ് വിൽ ഗോ അപ്പ്. ആ ഒരു എക്സ്പെക്ടേഷൻ അവിടെ ഉണ്ടാവും. അത്തരത്തില് നമുക്ക് ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വേ ആയിട്ട് വോളിയം അനാലിസിസ് ആക്ട് ചെയ്യും. Then there is support and resistance levels. So identifying price levels where buying, support or selling resistance pressure is expected. അതായത് പാറ്റേൺസ് വെച്ചിട്ട് പ്രീവിയസ് ഇയർസിലെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും സപ്പോർട്ട് ലെവലും അതേപോലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ അതായത് റെസിസ്റ്റൻസ് ലെവലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏത് ലെവലിൽ എത്തിയപ്പോഴാണ് മുമ്പ് ഈ ചാർട്ട് താഴോട്ട് വന്നത്, അത് പല ഇയേഴ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു റെസിസ്റ്റൻസ് ലൈൻ ആണ്. പല ഇയറുകളിലായിട്ട് ആ ഒരു ലെവലിൽ എത്തുമ്പോൾ വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നുണ്ട്. അപ്പൊ ആ റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ ഒന്നെങ്കിൽ ബ്രേക്ക് ഔട്ട് ആവണം, ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിലേക്ക് പോകുമ്പോൾ ബ്രേക്ക് ഔട്ട് എന്നാ പറയാ. അതേസമയം നോർമൽ സിറ്റുവേഷനിൽ റെസിസ്റ്റൻസിൽ തട്ടുവാണെങ്കിൽ പ്രൈസ് പാറ്റേൺസ് അല്ലെങ്കിൽ ഷെയറിന്റെ പ്രൈസ് താഴോട്ട് വരാനാണ് സാധ്യത കൂടുതൽ. അവിടെ നമുക്കൊരു സെല്ലിംഗ് ലൈൻ ആണ്. ബിക്കോസ് നമുക്ക് ഇനി അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. നോർമലി സെല്ലിംഗ് കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണ് whenever your share price touches the resistance level. അതേസമയം സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ലെവലാണ്. ടെൻഡൻസി വെച്ചുകൊണ്ട് നമ്മൾ പ്രീവിയസ് വർഷങ്ങളിലൊക്കെ ഏത് ലെവൽ എത്തിയപ്പോഴാണ് പ്രൈസ് പിന്നീട് ഉയർന്നത്, താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഷെയർ പാറ്റേൺ ഏത് ലെവൽ വെച്ചിട്ടാണ് തിരിച്ചു കയറി വന്നത്. അങ്ങനെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ലോവസ്റ്റ് എൻഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ലൈനാണ്. ആ സപ്പോർട്ട് ലൈനിൽ നോർമലി അവിടെ എത്തുമ്പോൾ ഷെയർ കൂടുതലായിട്ടും ആളുകൾ വാങ്ങിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്, കൂടുതലായിട്ട് ആളുകൾ വാങ്ങും. അതുകൊണ്ട് അവിടെ നിന്നും ഷെയറിന്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് ഉള്ളത്. ഈവൻ ഇൻ എനി കേസ് അവിടെ താഴോട്ടൊരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഷെയർ കൂടുതൽ താഴോട്ടാണ് പോകാൻ ചാൻസ്. അവിടെ പിന്നീട് ആളുകൾ കൈവശം ഷെയർ നോർമലി കൈവശം വയ്ക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമില്ല എന്നാണ് ചിന്തിക്കുന്നത്. ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റന്റ് ലൈനിന്റെ കൺസെപ്റ്റ്സ്. അത് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഷെയർ പാറ്റേൺ എങ്ങനെയാണ്, ഷെയർ പ്രൈസ് ഏത് രീതിയിലാണ് ഫ്ലോ ചെയ്യാൻ പോകുന്നത്, മൂവ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ഹെൽപ്ഫുൾ ആണ്. സോ ദീസ് ആർ ദി ടൂൾസ്: ചാർട്ട് പാറ്റേൺ, ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ, വോളിയം അനാലിസിസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. ട്രെൻഡ് ഫോളോയിങ് ഒരു ടൈപ്പാണ്, അതായത് ഐഡന്റിഫൈയിങ് ആൻഡ് ഫോളോയിങ് ദി ഡയറക്ഷൻ ഓഫ് പ്രൈസ് ട്രെൻഡ്. പ്രൈസ് ട്രെൻഡ് എങ്ങോട്ടാണോ പോകുന്നത് അതനുസരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. പ്രൈസ് ട്രെൻഡ് മുകളിലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയും അത് ഉയരും എന്ന് എക്സ്പെക്ട് ചെയ്യുകയാണ്, അത് ട്രെൻഡ് ഫോളോയിങ് ആണ്. അതേസമയം മീൻ റിവേഴ്സൺ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടിങ് പ്രൈസസ് ടു റിവേർട്ട് അറ്റ് ആൻ ആവറേജ് ലെവൽ ആഫ്റ്റർ എ ഡീവിയേഷൻ. എവിടെയെങ്കിലും ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇനിയും തിരിച്ച് ആ ഒരു ആവറേജിലേക്ക് എത്തും എന്നുള്ള കൺസെപ്റ്റ് ആണ് മീൻ റിവേഴ്സൺ എന്ന് പറയുന്നത്. അതായത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഹയസ്റ്റ് ലെവലും ലോവസ്റ്റ് ലെവലിലും ഇടയ്ക്ക് നടുക്കേക്കുള്ള ആ പോയിന്റിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് മീൻ റിവേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ്പെക്ടിങ് പ്രൈസസ് ടു റിവേർട്ട് ടു ആൻ ആവറേജ് ലെവൽ ആഫ്റ്റർ എവറി ഡീവിയേഷൻ. ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവറേജിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് മീൻ റിവേഴ്സൺ. ദെൻ നെക്സ്റ്റ്, ചാർട്ട് പാറ്റേൺ റെക്കഗ്നിഷൻ. യൂസിങ് റെക്കഗ്നൈസബിൾ പാറ്റേൺസ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ്സ്. പാറ്റേൺസ് വെച്ചുകൊണ്ട് നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിനെ പറ്റി പറഞ്ഞു, അതേപോലെ ട്രയാങ്കിൾ പാറ്റേൺസിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെയുള്ള പാറ്റേണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്
പാറ്റേൺ അനുസരിച്ച് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അത് ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ആണ്. വെദർ വി യൂസ് ചാർട്ട് പാറ്റേൺസ് ടു റെക്കഗ്നൈസ് ദി സിറ്റുവേഷൻ. ഓക്കെ, സോ ട്രെൻഡ് ഫോളോയിങ് ഇസ് പോസിബിൾ, മീൻ റിവേഷൻ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ ചാർട്ട് പാറ്റേൺ റെക്കഗ്നീഷനും പോസിബിൾ ആണ്. ദെൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്താണ് സപ്പോർട്ട് ലെവൽ? സപ്പോർട്ട് ഈസ് എ പ്രൈസ് ലെവൽ അറ്റ് വിച്ച് എ സെക്യൂരിറ്റി ടെൻഡ്സ് ടു സ്റ്റോപ്പ് falling because demand is strong enough to prevent the price from falling further. സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിന് താഴേക്ക് പോകാനുള്ള സാധ്യത സാധാരണഗതി കുറവാണ്. ബിക്കോസ് ആ ഒരു ലെവലിൽ എത്തുമ്പോൾ ആളുകൾ ഏറ്റവും ലോസ്റ്റ് പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ട്, ഇപ്പൊ വാങ്ങാം, ഇപ്പൊ ആ ഷെയർ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി വാങ്ങാം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടുതലായിട്ട് സെക്യൂരിറ്റി വാങ്ങുന്നത് കൊണ്ട് വോളിയം ഇൻക്രീസ് ചെയ്യുകയും ഷെയറിന്റെ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട്. അതേസമയം റെസിസ്റ്റന്റ് ലെവലിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. This is the price level where security tends to stop rising because selling pressure prevents the price from rising further. മുകളോടെത്തി, ഒരു പീക്കിലെത്തി. ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ സംഭവിക്കുന്നത് പതുക്കെ റെസിസ്റ്റൻസ് ആണ്. അതായത് പ്രൈസ് നമുക്കിപ്പോൾ കിട്ടാവുന്നതിന്റെ മാക്സിമം പ്രൈസിലാണ് സെക്യൂരിറ്റി നിൽക്കുന്നത് എന്ന് തോന്നി കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രഷർ കൂടും, ആളുകൾ അത് വിറ്റ് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ കൂടുതൽ അങ്ങനെ സെല്ലിംഗ് പ്രഷർ നടക്കുന്നതുകൊണ്ട് പതുക്കെ എന്ത് സംഭവിക്കും? പ്രൈസ് താഴോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു ഹയസ്റ്റ് പീക്ക് ലെവലാണ് റെസിസ്റ്റൻസ് ലെവൽ. അവിടെ തട്ടി ചാർട്ട് പാറ്റേൺ പറയുകയാണെങ്കിൽ അവിടെ തട്ടി പതുക്കെ ആ ഒരു സ്റ്റോക്ക് ലൈൻ താഴോട്ട് വരാനാണ് സാധ്യത കൂടുതൽ. ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. ദെൻ ഓസിലേറ്റേഴ്സിനെ പറ്റി ഒരു കൺസെപ്റ്റ് പറയാം. അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിനെ വച്ചുകൊണ്ടാണ് നമ്മൾ ഓസിലേറ്റേഴ്സ് എപ്പോഴും പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് മൂവ് വിത്തിൻ എ റേഞ്ച് ആൻഡ് ആർ യൂസ്ഡ് ടു ഐഡന്റിഫൈ ഓവർബോട്ട് ഓർ ഓവർ സോൾഡ് കണ്ടീഷൻസ്. അതായത് ദീസ് ആർ ഇൻഡിക്കേറ്റേഴ്സ്. നമുക്ക് ആ ഒരു ഷെയറിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, ഇത് ഓവർബോട്ട് ആണോ, കൂടുതലായിട്ട് വാങ്ങിക്കൂട്ടിയിരിക്കുന്ന സിറ്റുവേഷൻ ആണോ, അല്ലെങ്കിൽ കൂടുതലായിട്ട് സെല്ല് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ആണോ, എവിടെയാണ് ഈ ഒരു റേഞ്ചിൽ നമ്മുടെ ഷെയർ നിൽക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഓസിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓസിലേറ്റേഴ്സിൽ RSI ഒരു ഓസിലേറ്റർ ആണ്. അതേപോലെ തന്നെ സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ, ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ്. ഇവയെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എങ്ങനെയാണ് ഓവർബോട്ട് സെക്യൂരിറ്റി ആണോ അതോ അണ്ടർബോട്ട് സെക്യൂരിറ്റി ആണോ എന്ന് അറിയാൻ, ഓവർ സോൾഡ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഈ ഓസിലേറ്റേഴ്സിനെ പറയാം. ദിസ് ഈസ് ബേസ്ഡ് ഓൺ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടെൻഡൻസി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്. കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നോർമലി യൂസ് ചെയ്യുന്ന ഷെയർ ട്രേഡിങ്ങിലൊക്കെ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നോർമലി നമ്മൾ ആ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ടെക്നിക്കൽ അനാലിസിസിൽ കോമൺലി യൂസ് ചെയ്യുന്ന ചാർട്ട് പാറ്റേൺ ആണ് കാൻഡിൽ സ്റ്റിക്. സോ patterns formed by one or more candlesticks on a chart which can indicate bullish or bearish market sentiment. Examples include doji, hammer and engulfing patterns. So these are different types of patterns. ഈ പാറ്റേൺസ് എല്ലാം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആ ചാർട്ടിൽ കാണും. അപ്പോൾ ആ ഒരു കാൻഡിൽ സ്റ്റിക്കിന്റെ മൂവ്മെന്റ് വെച്ചുകൊണ്ട് ഒരു ദിവസത്തെ കാൻഡിൽ സ്റ്റിക്കിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, പല ട്രേഡിംഗ് സെഷനിൽ അത് ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ഈ ഷെയർസിന്റെ പാറ്റേൺ എങ്ങനെയാണ്, സെല്ലിംഗ് ബൈയിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് മാർക്കറ്റിന്റെ ഗ്രോത്തും ബുള്ളിഷ് ട്രെൻഡ് ആണോ ബെയറിഷ് ട്രെൻഡ് ആണോ മാർക്കറ്റ് മൂവ്മെന്റ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഇത്തരത്തിലുള്ള പാറ്റേൺസ് നമ്മളെ സഹായിക്കും. പിന്നെ ഒരു ടേം അറിയേണ്ടത് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ആണ്. ഫിബൊനാച്ചി റിട്രേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏറ്റവും ഹയസ്റ്റ് പോയിന്റും അതേപോലെ തന്നെ ലോവസ്റ്റ് പോയിന്റും തമ്മിൽ കണക്ട് ചെയ്തൊരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആ റിലേഷൻ ആണ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So a tool that is used to identify potential support and resistance level by dividing the vertical distance between a high and low point on a chart into key Fibonacci levels. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഹയസ്റ്റ് ലെവലും ഏറ്റവും ലോവസ്റ്റ് ലെവലും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇതുവഴി എന്താ സംഭവിക്കുക? ഇതുവഴി നമുക്ക് ആ പൊട്ടൻഷ്യൽ സപ്പോർട്ട് ലെവൽ എത്രയാണ്, പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് ലെവൽ എത്രയാണ് തുടങ്ങിയവ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ബേസ് ആയിട്ട് ഈ ഒരു ഫിബൊനാച്ചി ലെവൽ നിലനിൽക്കും. ഇവിടെ നിങ്ങൾ ചാർട്ടിൽ കാണുന്ന ആ ഒരു ഡോട്ടഡ് ലൈൻ ആണ് ഫിബൊനാച്ചി ലെവൽ വെച്ച് ഒരു വെർട്ടിക്കൽ ലൈൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ടോപ്പ് പോയിന്റും ഏറ്റവും ലോവസ്റ്റ് പോയിന്റും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു ആ ഒരു പോസിബിൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ചാലഞ്ചസ് ആൻഡ് ലിമിറ്റേഷൻസ്. ടെക്നിക്കൽ അനാലിസിസിന്റെ ബേസിക് കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാന ചലഞ്ചുകൾ പറയുകയാണെങ്കിൽ ഒന്ന് സബ്ജക്റ്റിവിറ്റിയാണ്. ഇന്റർപ്രിറ്റേഷൻ ഓഫ് ചാർട്ട്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ക്യാൻ വേരി എമംഗ് അനലിസ്റ്റ്. ഓരോ അനലിസ്റ്റിനും അവരുടേതായ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഡിഫറെന്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ.
അതുകൊണ്ട് ഒരാൾ ചിന്തിക്കുന്ന രീതിയിലാകണമെന്നില്ല മറ്റൊരാൾ ചാർട്ട് പാറ്റേണിനെ അനലൈസ് ചെയ്യുന്നത്. ദെൻ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. സം ഇൻഡിക്കേറ്റേഴ്സ് മേ നോട്ട് പ്രൊവൈഡ് ടൈംലി സിഗ്നൽസ്. കൃത്യമായിട്ടുള്ള ഡേറ്റ, ടൈംലി സിഗ്നൽസ് പല ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. ആൻഡ് മാർക്കറ്റ് എഫിഷ്യൻസി. ഇൻ ഹൈലി എഫിഷ്യൻറ്റ് മാർക്കറ്റ്, ടെക്നിക്കൽ അനാലിസിസ് മേ ഹാവ് ലിമിറ്റഡ് പ്രെഡിക്റ്റീവ് പവർ. സോ ഒരുപാട് ഹൈലി എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രെഡിക്റ്റീവ് പവർ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, സോ ദീസ് ആർ ദി challenges or limitations. സോ നോർമലി ഒരു എക്സാമ്പിൾ ടെക്നിക്കൽ അനാലിസിസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, എ ടെക്നിക്കൽ അനലിസ്റ്റ് മൈറ്റ് യൂസ് മൂവിംഗ് ആവറേജസ് ടു ഐഡന്റിഫൈ എ ട്രെൻഡ് ഇൻ എ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ്. മൂവിംഗ് ആവറേജസ് യൂസ് ചെയ്തുകൊണ്ട് ട്രെൻഡ് എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കും. ഇഫ് ദി ഷോർട്ട് ടേം മൂവിംഗ് ആവറേജ് ക്രോസസ് എബോവ് ദി ലോങ് ടേം മൂവിംഗ് ആവറേജ്, ഇറ്റ് കുഡ് ബി ഇന്റർപ്രറ്റഡ് ആസ് എ ബുള്ളിഷ് സിഗ്നൽ. ഷോർട്ട് ടേം മൂവിംഗ് ആവറേജ് ലോങ് ടേം മൂവിംഗ് ആവറേജിനേക്കാൾ കൂടുതലായിട്ട് വരുവാണെങ്കിൽ അതിനർത്ഥം ബുള്ളിഷ് ടെൻഡൻസി ഉണ്ട്. ഷെയർ പ്രൈസ് അപ്വേർഡ് മൂവ്മെന്റ് സംഭവിക്കാനുള്ള ചാൻസസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ടെക്നിക്കൽ അനാലിസിസ് ഏരിയയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അതുമായി റിലേറ്റ് ചെയ്യുന്ന ചില MCQs കാണാം. ടെക്നിക്കൽ അനാലിസിസ് പ്രൈമർലി ഫോക്കസ് ഓൺ, എന്താണ് ഇതിന്റെ പർപ്പസ്? ഇവാലുവേറ്റിംഗ് എ കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത്, അനലൈസിംഗ് പാസ്റ്റ് പ്രൈസ് പാറ്റേൺസ്, സ്റ്റഡിങ് ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, ദെൻ അസസിംഗ് ഇൻഡസ്ട്രി ട്രെൻഡ്സ്. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താ? പ്രൈസ് പാറ്റേൺസ് ആണ്, അനലൈസിംഗ് പാസ്റ്റ് പ്രൈസ് പാറ്റേൺസ് ആണ് ഇവിടെ നടക്കുന്നത്. ദി കൺസെപ്റ്റ് ദാറ്റ് മാർക്കറ്റ് പ്രൈസസ് റിഫ്ലക്ട് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ ഈസ് നോൺ ആസ്. എന്താണത്? മാർക്കറ്റ് എഫിഷ്യൻസി, ട്രെൻഡ് അനാലിസിസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ, ചാർട്ട് പാറ്റേൺ. റൈറ്റ് ആൻസർ ഈസ് മാർക്കറ്റ് എഫിഷ്യൻസി. Then which of the following is not a technical indicator? താഴെ തന്നിരിക്കുന്ന ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ അല്ലാത്ത ഏതാണ്? മൂവിംഗ് ആവറേജ്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, ദെൻ പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ, മൂവിംഗ് ആവറേജ് കൺവെർജൻസ് ഡൈവേർജൻസ്. റൈറ്റ് ആൻസർ ഈസ് പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ. Then identifying price levels where buying or selling pressure is expected is known as. ബൈയിങ് ഓർ സെല്ലിംഗ് പ്രഷർ കൂടുന്ന ആ സിറ്റുവേഷൻ, ആ ലെവൽസിനെ വിളിക്കുന്ന പേരെന്താണ്? ട്രെൻഡ് ഫോളോയിങ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ചാർട്ട് പാറ്റേൺസ് ആൻഡ് മീൻ റിവേഷൻ. റൈറ്റ് ആൻസർ ഈസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ്. ദെൻ എ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഏത് ടൈപ്പ്, എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ, ചാർട്ട് പാറ്റേൺ, ട്രെൻഡ് ഫോളോയിങ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇതൊരു ചാർട്ട് പാറ്റേൺ എക്സാമ്പിൾ ആണ്. Then the assumption that prices will eventually revert to their average level is known as. മൂവ്മെന്റ് അപ്വേർഡ് ആയാലും ഡൗൺവേർഡ് ആയാലും ആവറേജ് ലെവലിലേക്ക് ഇവഞ്ച്വലി എത്തും എന്നുള്ള ആ ഒരു അസംഷന്റെ പേരെന്താണ്? ഓക്കെ, ആ അസംഷൻ വിളിക്കുന്ന പേരെന്താണ്? ട്രെൻഡ് ഫോളോയിങ്, മീൻ റിവേഷൻ, ദെൻ ചാർട്ട് പാറ്റേൺ റെക്കഗ്നിഷൻ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. റൈറ്റ് ആൻസർ ഈസ് മീൻ റിവേഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ഏരിയയിൽ പറയാനുണ്ടായിരുന്നത്. നമ്മുടെ അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ.